അമ്മ എന്തോ ഡെക്കറേഷൻ ഒക്കെ ഉണ്ടാക്കണമെന്ന് നേരത്തെ എന്താ പറഞ്ഞത്? നമുക്കൊരു ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. ഫ്ലവർ അല്ല, ഒരു ടേബിൾ ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അന്ന് നമ്മള് ഫെജിയുടെ ഒരു എക്സിബിഷൻ നടന്നിരുന്നില്ലേ, ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമുക്കൊരു ടേബിൾ ഡെക്കറേഷൻ ചെയ്യാൻ പോകാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ഡെക്കറേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ അതാണ്. ഞാനേ അപ്പുവായിരുന്നു എന്താണ് ഞാനന്ന് അവിടുന്ന് മേടിച്ചതെന്ന്. അപ്പൊ ഓൾറെഡി എനിക്ക് കിട്ടി. അപ്പം ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചായിരുന്നു. നമുക്ക് നമ്മുടെ ആ ടേബിളിൽ ഇരുന്നിട്ട് ചെയ്യാവേ. ദാറ്റ്സ് മൈ വർക്കിംഗ് ടേബിൾ. പക്ഷെ അതിന് നിറച്ച് ക്രിസ്മസിന്റെ സാധനങ്ങളായിരുന്നു. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം. അപ്പൊ ഞാന് അന്ന് അവിടെ നിന്ന് കുറച്ച് ഇതുപോലത്തെ, ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ, ഒരു ഇതുപോലെ നമുക്ക് എല്ലാ ഡെക്കറേഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരിയുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ അന്ന് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതാ ഇങ്ങനെ അന്ന് ഞാൻ അവിടെ നിന്ന് എടുത്തത് ഇതുപോലെയുള്ള, ഇതിനെന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ട്രീയിലൊക്കെ ഓർണമെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് വെച്ചിട്ടാണ് ഞാനിതൊരു ടേബിൾ ഡെക്കറേഷനായിട്ട് ചെയ്യാൻ പോകുന്നത്. ടേബിൾ ഡെക്കറേഷനോ നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബോക്സാണ്. ഇതിൽ ഞാൻ ഒയാസിസ് വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ആയതുകൊണ്ട് ഇത് പിന്നെ നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റിനൊക്കെ നമുക്കിത് നനച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഞാൻ ഫ്ലവർ അറേഞ്ച്മെന്റ് ഒന്നും പഠിക്കാത്ത ആളാണ്. അപ്പം ഞാൻ ഈ ചെയ്യുന്ന ഇതിൽ എന്തെങ്കിലും ഒക്കെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കണം. പിന്നെ അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എങ്ങനെയുണ്ടാവും ഇത് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത്. ആകെ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ ലീഫിൻ്റെ ഇതുകൊണ്ട് ഇതിൽ കുറച്ച് വൈറ്റ്, ഇതിൻ്റെ കുറച്ച് ഇത് നോക്ക് കാണിച്ചടാ, കണ്ടോ, കുറച്ച് വൈറ്റ് കളേഴ്സും ഉണ്ട്. പിന്നെ ഒരു റിബൺ ഉണ്ട്. ഇത് തന്നെ ഞാൻ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഇങ്ങനെ അതിൽ നിന്ന് തന്നെ ഞാനിത് മാറ്റി കട്ട് ചെയ്ത് വെച്ചതും ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ച് പൈൻ കോൺസ് ഇത് കണ്ടോ, ഇതുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിത് എല്ലാം സെപ്പറേറ്റ് ഒന്നും മേടിക്കണ്ട. ഇത് ലീഫും ഉണ്ട്, ഇതും ഉണ്ട്, ഇതും ഉണ്ട്. പിന്നെ അപ്പം 2 ടൈപ്പ് ലീഫും വരും, ഇതും വരും. അപ്പോൾ ഒരുപാട് സാധനങ്ങളുടെ ഒന്നും പർച്ചേസ് ചെയ്ത് നമുക്ക് പൈസ കളയണ്ട. ഇതിന് എത്ര പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 80 ആയിരുന്നെന്ന് തോന്നുന്നു ഒരെണ്ണത്തിന്. നമ്മളിതുപോലെ ഒരു ഡെക്കറേഷൻ പർച്ചേസ് ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2000-3000 ഇടയിലൊക്കെ നമുക്ക് വരും. അപ്പം ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രൈസ് ഒന്നും വേണ്ട. അപ്പം നമുക്കിത് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരെണ്ണം കുത്തി. പിന്നെ ഈ ലീഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരെണ്ണം കുത്തി. അത് കഴിഞ്ഞിട്ട് ഈ ലീഫുകൾ ഓൾമോസ്റ്റ് ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ അറ്റം ഭാഗമൊക്കെ ഇതിന് എത്ര ഇതിന് പ്രൈസ് ഉണ്ട് ഞാനൊന്ന് പറയാം. ഇത് ഇങ്ങനെ ഒരു ബഞ്ചായിട്ടാണ് കിട്ടിയത്. ഇതിന് പ്രൈസ് ഉണ്ടായിരുന്നു. ഇതിന് 110 ആയിരുന്നു ഒരെണ്ണത്തിന് ഉണ്ടായിരുന്നത് കേട്ടോ, പ്രൈസ് ഉണ്ടായിരുന്നത്. ഇതിങ്ങനെ നമ്മളൊരു ബഞ്ചായിട്ട് മേടിച്ചതായിരുന്നു. അതാ ഇത് ഇവിടെ നിന്ന് ബഞ്ചായിട്ട് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുത്തു.
അടുത്തത് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബഞ്ചായിട്ട് തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കും. പിന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് അടുത്ത് ഒരെണ്ണം ഇങ്ങനെ കൊടുക്കും. ഈ കോർണറിൽ നിന്നും ഒരെണ്ണം നമുക്ക് ഇങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാവേ. ഇതേ പ്രപ്പോർഷൻ തന്നെ നമുക്ക് ഇതൊന്നും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണ് ഞാൻ മേടിച്ചത്, അത് കാരണം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ടുള്ള മാതിരിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്തൊരു ബഞ്ചും കൂടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ലൂസാക്കിയിട്ട് വേണമെങ്കിൽ കുത്തി ഇതാക്കിയിട്ട് എടുക്കാവേ. ബഞ്ചാക്കി കൊടുത്തു. ഇനി 2 എണ്ണം കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. അതും ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് കോർണറിൽ ഇവിടെ വെച്ച് ഇവിടെ വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഇതുകൾ ഞാൻ കുറച്ച് ഇങ്ങനെ ബഞ്ചായിട്ടുണ്ടായിരുന്നതെല്ലാം ഞാൻ ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലൂസാക്കി വെച്ചതെല്ലാം ഇതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുത്തു വിടാം ആദ്യം. അപ്പോൾ നമുക്ക് ഈ ഇതുകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത് വേണമെങ്കിൽ ഓരോന്നും ഇതിൻ്റെ ഇടയിൽ കുത്തി കൊടുക്കാം. ഇത് നമുക്ക് ഇവിടെ ഒരെണ്ണം കുത്തി കൊടുക്കാം. നമുക്കിതിങ്ങനെ പിരിച്ച് ചെയ്യാം കേട്ടോ. കണ്ടോ? ഇതാകെ 2-3 സാധനങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. വീണ പോലെയുണ്ട്. പിന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. ഇത് കണ്ടോ, 10 മിനിറ്റ് പോലും എടുത്തില്ല ഞാനിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. നോക്ക്, ഡെക്കറേഷൻ റെഡിയായി. എന്ത് ഈസി ആൻഡ് സിമ്പിളായിട്ട് റെഡിയായല്ലേ. ഇനി നമുക്കൊന്ന് നോക്കുക, നമുക്കിനി എവിടെയെങ്കിലും എന്തെങ്കിലും ഗ്യാപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. എന്തെങ്കിലും നമ്മളൊന്ന് അത് ഫില്ല് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കും. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഒരു റിബൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഇതിനിങ്ങനെ ഒരു ബോ പോലെ കെട്ടാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇതിന് ഒരു ബോയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോ കെട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ടേബിളിൻ്റെ പുറത്തോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ
ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.